ബുക്കും ബാഗും എടുത്ത് വെച്ചതേ ഉള്ളൂ വാക്സിനേഷന് കൊണ്ടുപോകാൻ. ഒരുത്തി ഓടി. ഏറ്റവും വികൃതിയുള്ളതുങ്ങളെയൊക്കെ ആദ്യം പിടിക്കാം എൻ്റെ പെൺപിള്ളേർ തന്നെയാണ്. എൻ്റെ പൊന്നോ, എങ്ങനെ ഇതിനെയും കൊണ്ടൊക്കെ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും 5 എണ്ണത്തിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല, 2 എണ്ണത്തിനെ മാത്രം ആദ്യം കൊണ്ടുപോവാണ്. അടുത്ത സാധനം എന്താ ഇവിടെ ഇരിപ്പുണ്ട്, ഇതിനെ പിടിച്ച് എങ്ങനെ കയറ്റുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ബാഗിനകത്ത് എപ്പോൾ കൊണ്ടുപോയാലും സിബ് തുറന്ന് പുറത്തിറങ്ങുന്ന ടീം അവളാണ്. എങ്ങനെയാണേലും 2 എണ്ണത്തിനെ പിടിച്ചു. ഇനി നമുക്ക് പോകാം ആദ്യം 2 എണ്ണത്തിനെ കൊണ്ട്. എന്താകുമോ എന്തോ. മിസ്റ്റ് ബാഗിനകത്ത് ഉച്ചയും കുത്തിയായിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ഒരു ഡോക്ടർ വീട്ടിൽ വന്നായിരുന്നു ഇവർക്ക് വാക്സിനേഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ആ പുള്ളിക്ക് പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു. പുള്ളിക്ക് സ്ട്രോക്ക് ആയിപ്പോയി. അതുകൊണ്ട് പുള്ളിക്ക് വീട്ടിലോട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വീടിനടുത്തുള്ളൊരു ക്ലിനിക്കിലാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നത്. ഈ ക്ലിനിക്ക് ബാംഗ്ലൂരിൽ ഹൊർമാവു അഗാര റോഡിലാണ്. വിബ്ഗ്യോർ സ്കൂളിൻ്റെ അടുത്താണ് ഈ ക്ലിനിക്ക്. എല്ലാ നോർമൽ വാക്സിനേഷൻസും സർജറീസും പിന്നെ പെറ്റ് പ്രോഡക്ട്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി അടുത്ത 3 എണ്ണത്തിനെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. ജിഞ്ചറിനെ വലിയ ബോക്സിനകത്ത് ഇട്ടല്ലേ പറ്റത്തുള്ളൂ, അവനാണ് ഏറ്റവും വലിയ ചെറുക്കൻ. ഇനിയും ഓരോന്നിനെ പിടിച്ച് ഞാൻ താഴെ നോക്കിയപ്പം തപ്പിയപ്പം നമ്മുടെ സിംബേനെ തപ്പി അലമാരയുടെ മുകളിൽ കയറിയിരിക്കുക. ഹായ്, ഇനി വന്നേ, മമ്മ കുഞ്ഞല്ലേ, ഇനി വന്നേ, മമ്മ വന്ന് എടുക്ക. പൊന്നല്ലേ, മമ്മയുടെ പൊന്നല്ലേ സിംബനെ. എൻ്റെ പിള്ളേരെ വീട്ടിലിട്ട് വളർത്തുന്നതാണെങ്കിലും നമ്മൾ വാക്സിനേഷനൊക്കെ കറക്റ്റായിട്ട് എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അവർക്ക് നമ്മളും എൻ്റെ ഡോഗ്സും ഒക്കെ പുറത്ത് പോയിട്ട് വരികയൊക്കെ ചെയ്യുന്നവരായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അവർക്ക് അസുഖങ്ങൾ കൊടുക്കുകയും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. വണ്ടി കയറ്റിയപ്പോൾ തന്നെ ഞാൻ വേർത്ത് പോയി. എന്തിനാ അലയ്ക്കുന്ന ജിഞ്ച? എന്ത് വേണം? ഇതുങ്ങളിനി തിരിച്ച് വന്നിട്ട് എന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ലായിരിക്കും. എന്നാലും സാരമില്ല, നമ്മുടെ പിള്ളേർ സേഫായിട്ടിരിക്കുമല്ലോ. ഇവനെ ഇഷ്ടപ്പെട്ടു പോയി ഇവർക്ക്. അയ്യോ, ചാരു എന്നെ ഇപ്പം കൊല്ലുന്ന രീതിയിലുള്ള നോട്ടമാണ്. എന്താ ചെയ്തേ? ഇവനും അതെ. സിംബ നിനക്ക് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാക്കി തരുമെന്നാണ് പറയുന്നത്. ഏതായാലും നമ്മൾ വാക്സിനേഷനൊക്കെ കഴിഞ്ഞ് പേയ്മെൻറ്റൊക്കെ കൊടുത്തേച്ച് നമ്മൾ തിരിച്ച് പിള്ളേരെയും കൊണ്ട് വീട്ടിൽ വന്നു. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഈ ഫെലിക്സിൻ്റെ ഈ പാക്കറ്റ്. കൊടുത്തു നോക്കാമല്ലേ? ഒരാൾ മണ്ടേ കയറി. വാക്സിനേഷൻ്റെ പരിപാടികൾ കഴിഞ്ഞ് ഇനി അടുത്ത 1 വർഷത്തേക്ക് നോക്കണ്ട. ഇനിയും കുറച്ച് ട്രീറ്റൊക്കെ കൊടുത്ത് നിങ്ങളെ കയ്യിലെടുക്കാം, ഇല്ലേ എന്നെ മാന്തി കീറും ഇനി.